ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ ബിഗ് ബോസിൻ്റെ 7ാമത്തെ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ 2 ദിവസം കൊണ്ട് ബിഗ് ബോസും വൈറലാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി രേണു സുധിയും. എന്തിനാണ് അവരെ ഇത്രയും ടാർഗറ്റ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു സാധു സ്ത്രീയാണ്. അവരൊരു വിഡോയാണ്. അപ്പോൾ അവരുടെ ആശ്രയിച്ചുള്ളൊരു കുടുംബമുണ്ട്. അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അവരുടെ പ്രൊഫഷനായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മോഡലിംഗ്, ആക്ടിങ് ഒക്കെയാണ്. അത് അവരുടെ പ്രൊഫഷൻ, അവരുടെ പാഷൻ കൊണ്ട് അവർ സെലക്ട് ചെയ്ത പ്രൊഫഷനാണ്. ഞാൻ അറിഞ്ഞിടത്തോളം അവരൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അപ്പം അവരെന്തായിക്കോട്ടെ, എന്ത് ചെയ്തോട്ടെ, അവർ മോഡലിംഗ് ചെയ്യുന്നു, അവർ റീൽസ് ചെയ്യുന്നു, അവർ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, ഒക്കെ അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുക, വേണ്ടാത്ത ആൾക്കാർ സ്ക്രോൾ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോവുക. അതാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം കാണും. അവർ ചെയ്യുന്ന എല്ലാ വീഡിയോസും റീൽസും ഫോട്ടോഷൂട്ടും ഒക്കെ കുത്തിയിരുന്ന് കാണും. എന്നിട്ട് അവരെ കുറ്റം പറയും. നിങ്ങൾക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് കുത്തിയിരുന്ന് കാണുന്നത്? ഇല്ലെങ്കിൽ ഈ കുറ്റം പറയുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ അവരുടെ കുടുംബത്തിനോ അവരുടെ ഫാമിലിയോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണോ? ഇല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ച് കൊടുക്കാൻ വില്ലിങ്ങായിട്ട് പോയിരുന്ന ആൾക്കാരാണോ? അല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അവരിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? ബിഗ് ബോസിൽ കയറാൻ രേണു സുധിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ശരിക്കും ഈ പറയുന്ന കമൻ്റ് ഇട്ടവരിൽ ആരെങ്കിലും ഒരാളെയെങ്കിലും ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? അപ്പം അവർ വന്നു കഴിഞ്ഞാൽ ഷോ കുറച്ചും കൂടെ പോപ്പുലർ ആകും, അവർക്ക് ഷോയ്ക്ക് ഒരു റേറ്റിംഗ് കിട്ടും എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ രേണു സുധിയെ അതിലേക്ക് വിളിച്ചത്. ഈ പറയുന്ന കമൻ്റ് ഇട്ടേക്കുന്ന ആരെയും അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല. കാരണം നിങ്ങളുണ്ടായാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ആ സ്ത്രീയെ ടാർഗറ്റ് ചെയ്ത് നിർത്തുക. പിന്നെ ബിഗ് ബോസിൻ്റെ ആദ്യത്തെ 1-2 എപ്പിസോഡ് കൊണ്ട് ആരെയും വിലയിരുത്താൻ പറ്റില്ല. കഴിഞ്ഞ എല്ലാ ബിഗ് ബോസിൻ്റെ സീസൺ വെച്ച് നോക്കിയാലും ഇത് തന്നെയാണ് നടന്നിട്ടുള്ളത്. അതായത് 1-2 എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വെറുപ്പ് വാരി കൂട്ടിയിട്ടുള്ള മിക്ക ആൾക്കാരും ബിഗ് ബോസിൻ്റെ ഒരു 100 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യാൻ നേരത്തേക്ക് കയ്യടി വാരി കൂട്ടിയിട്ടാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. അപ്പം നമ്മൾ പുറമേ കണ്ടിട്ടുള്ള അവർ അങ്ങനെ ചെയ്തു, അവർ ഫോട്ടോഷൂട്ട് ചെയ്തു, അവർ മോഡലിംഗ് ചെയ്തു, അവർക്കതിനുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ അവർക്കതിനുള്ളൊരു ഫിഗർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ രേണു സുധി എന്നൊരു വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവരെ കുറ്റം പറയാം. അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാമിലി ഇല്ലേ? അവരെ എങ്ങനെയെങ്കിലും സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കിടന്ന് പെടാപ്പാട് പെടുന്നത് മുഴുവനും. അവരെ ആശ്രയിക്കുന്ന ഒരു അമ്മയുണ്ട്, അച്ഛനുണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് ഫിനാൻഷ്യലി കുറച്ച് ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. അവർ ഈ കിടന്ന് കാട്ടിക്കൂട്ടുന്നതിലൂടെ അവർ സമ്പാദിക്കുന്ന കുറച്ച് പൈസയാണ് അവരുടെ ആശ്രയം. അപ്പം അവർ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. അവർ ടാർഗറ്റ് ചെയ്യുന്നത് ദയവേത് നിർത്തുക. എന്ത് കാര്യമുണ്ട്? നിങ്ങൾ ടാർഗറ്റ് ചെയ്താണ് ഇപ്പം അവർക്ക് കിട്ടിയേക്കുന്ന ഫെയിമും ആ ഒരു ഇപ്പോൾ ബിഗ് ബോസ് വരെ എത്തി നിൽക്കുന്നതിനുള്ള കാരണം ശരിക്കും നിങ്ങളവരെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ്. ഇനിയെങ്കിലും അവരെ വെറുതെ വിടും. അവർ സ്വസ്ഥമായി ജീവിക്കട്ടെ.